ഡോക്ടറെ, കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളിൽ അലൈനറിനേക്കാളും നല്ലത് ബ്രേസസ് ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ കേസുകളിലും അലൈനർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് കേസസിൽ ബ്രേസസ് ട്രീറ്റ്മെൻ്റ് ആണ് നല്ലത്. എന്നിരുന്നാലും ചില കേസസ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ചില പേഷ്യൻസ് നമ്മുടെ അടുത്തൊക്കെ വന്ന് ചോദിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും അലൈനർ ചെയ്തു തരുമോ എന്നുള്ളതെല്ലാം. അപ്പോൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഒരു ഹൈബ്രിഡ് മെക്കാനിക്സ് യൂസ് ചെയ്യാം. നമുക്ക് ബ്രേസസ് പ്ലസ് അലൈനർ ക്ലബ് ചെയ്തിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് കാണുന്ന ഭാഗത്ത്, അപ്പോൾ ഈ പല്ലുകൾ റെഡിയാക്കാനുള്ള ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അലൈനർ യൂസ് ചെയ്യാം. ഇപ്പോൾ സേ ഒരു എക്സാമ്പിൾ, ഒരു റൊട്ടേറ്റഡ് ടീത്ത് ഉണ്ട്, തിരിഞ്ഞിരിക്കുന്ന പല്ലുണ്ട്. ഇത് അലൈനറിൽ നമ്മളത് ഡീറൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, കുറേ ട്രേ വേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ പ്രൈസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് ഹൈബ്രിഡ് മെക്കാനിക്സ് യൂസ് ചെയ്ത് ഇതുപോലെ ബ്രേസസും യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സർജിക്കൽ കേസസ്, താടിയെല്ല് നീളം കൂടുതൽ, താടിയെല്ല് ഷോർട്ടായിരിക്കുന്നവർ, മോണൊന്തിയവർ, ഇവർക്കൊക്കെ നമ്മൾ ഈ അണ്ടർലൈങ് ഈ എല്ലിൻ്റെ പ്രശ്നം ശരിയാക്കാൻ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ 3 സ്റ്റേജ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പോവുക. ഈ പ്രീ സർജിക്കൽ സ്റ്റേജ് ഉണ്ട്. സർജറിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പല്ലുകളെല്ലാം ഓർഡറാക്കി കൊണ്ടുവന്ന് ഒരേ ലൈനിലാക്കണം. എന്നാലേ അത് സർജറി ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ ആ ഫസ്റ്റ് പ്രീ സർജിക്കൽ ഫേസ് പറയുന്ന ഈ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യുക, പല്ലൊക്കെ ഓർഡറാക്കാൻ അലൈനേഴ്സ് യൂസ് ചെയ്യാം. എന്നിട്ട് സർജിക്കൽ ഫേസ് ആകുമ്പോൾ ഏതൊരു നമുക്ക് ഹൈബ്രിഡ് മെക്കാനിക്സ് യൂസ് ചെയ്യാം. അലൈനർ പ്ലസ് പുറകിലെ ഭാഗത്തോട്ട് ഈ സർജറി കഴിഞ്ഞിട്ട് കെട്ടാനുള്ള ഭാഗത്തോട്ട് നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് ബ്രേസസ് വെച്ചിട്ട് ചെയ്യാം. അതല്ല ഇനി നിങ്ങൾക്ക് അലൈനർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷേ അതിനൊരു ഓക്സിലറി സപ്പോർട്ട് എന്നാണ് പറയുക. അത് മോണയിൽ നമ്മൾ ഈ അഡീഷണൽ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി മോണയിലൊക്കെ ഓരോ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോംപ്ലിക്കേറ്റഡ് കേസസിന് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് ആണ് നല്ലതെങ്കിലും പേഷ്യൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് നമുക്ക് അലൈനർ പ്ലസ് ഹൈബ്രിഡ് മെക്കാനിക്സ് എല്ലാം യൂസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.